നമ്മുടെ ജീവിതത്തിലെ വളരെ അപൂർവമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ എടുത്ത ഫോട്ടോകൾ, വീഡിയോകൾ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സംബന്ധിച്ച നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള വളരെ വില പിടിച്ച ഡോക്യുമെൻറ്റുകൾ, അല്ലെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൾ റെക്കോർഡുകൾ, ഇതൊക്കെ നമ്മളൊരു SD കാർഡിലോ അല്ലെങ്കിൽ USB സ്റ്റോറേജിലോ ശേഖരിച്ച് വെച്ചിരുന്നത് ഡിലീറ്റായി പോയാലത്തെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നാൽ അത്തരം ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം റിക്കവർ ഡിലീറ്റഡ് ഡാറ്റ ഫ്രം മെമ്മറി കാർഡ് ഓർ പെൻ ഡ്രൈവ് 2025 എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അത്തരത്തിൽ നമ്മുടെ SD കാർഡിൽ നിന്നോ മറ്റു USB സ്റ്റോറേജുകളിൽ നിന്നോ മറ്റു ഡിവൈസുകളിൽ നിന്നൊക്കെ പെർമനൻ്റ് ആയിട്ട് പോലും ഡിലീറ്റ് ആയ ഫയലുകൾ അതെങ്ങനെ സൗജന്യമായിട്ട് റിക്കവർ ചെയ്യാമെന്നാണ്. അപ്പോൾ അതെങ്ങനെയെന്നാണ് വിശദമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 4D ഡാറ്റ റിക്കവറി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ഡ്രോണുകൾ, ഡിജിറ്റൽ ക്യാമറ, ഡാഷ് ക്യാം, PC, ലാപ്ടോപ്പ് തുടങ്ങി നിരവധി ഡിവൈസുകളിൽ നിന്നും നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആക്കിയ ഫയലുകൾ പോലും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്ക് ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ മാത്രമല്ല ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് റിക്കവർ ചെയ്യാൻ സാധിക്കുക. നമുക്ക് 2000-ൽ പരം ഫയൽ ടൈപ്പുകൾ ഈ ഒരു ഒറ്റ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത ശേഷം ആ ഒരു ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കിയാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. ഇവിടെ ആദ്യം കാണുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡ്രൈവുകളുടെ വിവരങ്ങളാണ്. ഡ്രൈവുകളിൽ നിന്നും മാത്രമല്ല വിൻഡോസ് ബാക്കപ്പിൽ നിന്നും ഇമേജ് ഡ്രൈവുകളിൽ നിന്നും ഒക്കെ തന്നെ റിക്കവർ ചെയ്യാനുള്ള സൗകര്യം ഇതിലുണ്ട്. ഇടതുവശത്തായിട്ട് SD കാർഡ്, ക്യാമറ റിക്കവറി, ക്ലൗഡ് ഡ്രൈവ്, ക്രാഷ്ഡ് PC, ഫയൽ റിപ്പയർ, ടൂൾ ബോക്സ് എന്നിങ്ങനെ നിരവധി ഓപ്ഷനുകൾ കാണാം. SD കാർഡിൽ നിന്നും റിക്കവർ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ SD കാർഡ് എന്നത് സെലക്ട് ചെയ്യാം. ശേഷം SD കാർഡ് നല്ലൊരു കാർഡ് റീഡർ ഉപയോഗിച്ചിട്ട് PC-യിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാർഡിൻ്റെ വിവരങ്ങൾ ഇതിൽ കാണാം. ഡ്രൈവ് നോക്കിയാൽ അറിയാം, ഇതിലിപ്പോൾ ഒരൊറ്റ ഫയലുമില്ല. ഫോർമാറ്റ് ചെയ്തൊരു കാർഡാണിത്. അതാണ് നമ്മളിവിടെ റിക്കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ സ്കാൻ എന്ന് അമർത്തുക. ഇപ്പോൾ നമ്മളോട് ഏതെല്ലാം ഫയൽ ടൈപ്പാണ് റിക്കവർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഓഡിയോ, സിസ്റ്റം ഫയൽസ് തുടങ്ങിയവയൊക്കെ തന്നെ റിക്കവർ ചെയ്യാനാകും. നമുക്ക് റിക്കവർ ചെയ്യേണ്ട ടൈപ്പുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് സ്കാൻ സെലക്റ്റഡ് ഫയൽ ടൈപ്സ് എന്നതിൽ അമർത്തിയാൽ സ്കാനിങ് ആരംഭിക്കും. സ്കാനിങ്ങിനിടയിൽ റിക്കവർ ചെയ്യാൻ കഴിയുന്ന ഫയലുകൾ അവ ഏതെല്ലാം എന്നതനുസരിച്ചിട്ട് ഇതുപോലെ ഫോട്ടോ, വീഡിയോ, ഡോക്യുമെൻ്റ് എന്നിങ്ങനെ കാറ്റഗറികളായിട്ട് ലിസ്റ്റ് ചെയ്യും. അതിന് ഓരോന്നിനും കീഴിലായി അവ ഏതെല്ലാം ഫോർമാറ്റിലാണെന്നനുസരിച്ചിട്ടും സെലക്ട് ചെയ്യാൻ കഴിയുന്ന വിധമായിരിക്കും. ഡബിൾ ക്ലിക്ക് ചെയ്തതിനാൽ അതിൻ്റെ പ്രിവ്യൂ ഇതുപോലെ കാണാനാകും. അങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യേണ്ട ഫയലുകൾ ഏതെല്ലാമെന്ന് വളരെ അനായാസേന നമുക്ക് ഇത്തരത്തിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. സ്കാൻ കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് റിക്കവർ ചെയ്യേണ്ട ഫയലുകൾ ഏതൊക്കെയെന്ന് ഓരോ ഫയൽ ടൈപ്പിലും ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം റിക്കവർ എന്നത് അമർത്തിയാൽ റിക്കവർ ചെയ്തെടുക്കേണ്ട ഫയലുകൾ സേവ് ചെയ്യാൻ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറയും. അത് സെലക്ട് ചെയ്ത് സേവ് നൗ അമർത്തിയാൽ റിക്കവർ ചെയ്യണോ റിപ്പയർ ചെയ്യണോ എന്ന് ചോദിക്കും. റിക്കവർ ഓൺലി എന്നത് സെലക്ട് ചെയ്താൽ ആ ഫയലുകൾ ആ ഫോൾഡറിൽ ഇപ്പോൾ സേവ് ആയിട്ടുണ്ടാകും. വ്യൂ റിക്കവേർഡ് എന്ന് അമർത്തിയാൽ റിക്കവറായ ഫയലുകൾ ഇതുപോലെ നമുക്ക് ആ ഒരു ഫോൾഡറിൽ കാണാനാകും. ഒറിജിനൽ ക്വാളിറ്റിയിലുള്ള ഫയലുകൾ തന്നെയായിരിക്കും ഇവിടെ നമുക്ക് കാണാനാവുക. റിക്കവർ ചെയ്ത ശേഷം ഇത്തരത്തിൽ ഇനി നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനാവുന്നത് 83 MB എന്ന് കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സൗജന്യമായി 2 GB വരെ ഫയലുകൾ റിക്കവർ ചെയ്യാനാകും. അതിനായിട്ട് 4D ഡാറ്റ റിക്കവറി സോഫ്റ്റ്വെയറിന്റെ മുകളിലെ ഷെയർ ബട്ടൺ അമർത്തിയിട്ട് ഫേസ്ബുക്കിലേക്കോ ട്വിറ്ററിലേക്കോ ഒന്ന് ഷെയർ ചെയ്താൽ മതി. ഇതുപോലെ അത് 2 GB വരെ ആയിരിക്കുന്നത് കാണാം. ഇപ്പൊ മനസ്സിലായില്ലേ, പെർമനന്റ് ആയിട്ട് നമ്മൾ ഡിലീറ്റ് ആക്കിയെന്ന് കരുതുന്ന ഫയലുകൾ പോലും നമുക്ക് നമ്മുടെ ഡാഷ് ക്യാം, ഡ്രോണുകൾ, SD കാർഡ്, PC, ലാപ്ടോപ്പ്, മറ്റ് USB ഡ്രൈവുകളിൽ നിന്നൊക്കെ തന്നെ റിക്കവർ ചെയ്തെടുക്കാൻ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് സാധിക്കും. അപ്പോൾ ഇനി മുതൽ ഇത്തരത്തിലുള്ള ഫയലുകൾ ഡിലീറ്റ് ആയി എന്ന് കരുതിയിട്ട് നിങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സോഫ്റ്റ്വെയർ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുത്തിരുന്ന ലിങ്കിലൂടെ അല്ലെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് സേവ് ചെയ്തോ. നിങ്ങൾക്ക് പിന്നീട് അത് ആവശ്യം വരും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. പലർക്കും ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആവശ്യമാണ്. പലപ്പോഴും ഡാറ്റയൊക്കെ ഡിലീറ്റ് ആയി പോയിട്ട് പരിഭ്രാന്തരായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സഹായകരമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് 4D ഡാറ്റ റിക്കവറി സോഫ്റ്റ്വെയർ. 4D ഡാറ്റ റിക്കവറിയുടെ ഈ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് 2 GB വരെയുള്ള ഫയലുകളാണ് റിക്കവർ ചെയ്തെടുക്കാനാവുക. നിങ്ങൾക്കിനി അതിൽ കൂടുതൽ സൈസുള്ള ഫയലുകളൊക്കെ റിക്കവർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4D ഡാറ്റ റിക്കവറിയുടെ പ്രോ വെർഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ മറ്റൊരുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.